സാഹിത്യകാരന്മാരെയും ആസ്വാദകരെയും കോർത്തിണക്കി സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പാലാ സഹൃദയ സമിതി 59 വയസ്സിലേക്ക്. കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പരിചയപ്പെടുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമുള്ള ഒരു വേദി എന്ന നിലയിൽ 1967 പുലിയന്നൂർ ആസാദ് വായനശാല കേന്ദ്രമാക്കിയാണ് പാലാ സഹൃദയ സമിതി പ്രവർത്തനം ആരംഭിച്ചത്. 59-ാം വർഷത്തെ ആദ്യ സമ്മേളനം ജനുവരി 19 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ പാലാ കുരിശുപള്ളി കവലയിലുള്ള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂർ അധ്യക്ഷനായിരിക്കും. പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ സഖറിയ മുഖ്യപ്രഭാഷണം നടത്തും. 59-ാം വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം, നമ്മുടെ പുതുവത്സരത്തിലെ ആദ്യത്തെ സമ്മേളനം, പുതുവത്സര സാഹിത്യ സമ്മേളനം 19-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാലാ കുരിശുപള്ളി കവലയിലുള്ള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനും കേരള സർക്കാരിൻ്റെ ഏറ്റവും സമുന്നതമായ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സക്കറിയ മുഖ്യപ്രഭാഷണം നടത്തുന്നു. അതോടൊപ്പം സമിതിയുടെ നിർവാഹക സമിതി അംഗവും കവിയും പത്രപ്രവർത്തകരുമായ ജിജോ തച്ചൻ്റെ 3ാമത്തെ കവിതാ സമാഹാരം ചെന്തി അപ്പൻ, ആ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന കർമ്മവും അതോടൊപ്പം നടത്തുന്നുണ്ട്. ചെന്തി അപ്പൻ്റെ പ്രഥമ കോപ്പി നമ്മുടെ തന്നെ നാട്ടുകാരനും അമേരിക്കയിൽ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും ഒക്കെയായ എതിരൻ കതിരവന് നൽകി സക്കറിയ പ്രകാശനം ചെയ്യും. ഇസ്മയിൽ മേലടി ചെന്തിയപ്പൻ എന്ന ഈ കവിതാ സമാഹാരത്തെ പരിചയപ്പെടുത്തി സംസാരിക്കും. തുടർന്ന് നമ്മുടെ മീനച്ചിലെ സാംസ്കാരിക രംഗത്തെ പല സംഘടനകളുടെ പ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും, ചാക്കോസി പൊഴിയത്ത്, രവി പാല, കോട്ടയം സാഹിത്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി രാധാകൃഷ്ണക്കുറുപ്പ്, ഡി ശ്രീദേവി ടീച്ചർ, രാജേന്ദ്രൻ IPS, ലളിതാംബികാന്തരഞ്ജനൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ, സമിതി സെക്രട്ടറി PS മധുസൂദനൻ, ട്രഷറർ ശിവദാസ് പുലിയന്നൂർ തുടങ്ങിയ ആളുകൾ ആശംസകൾ അർപ്പിക്കുകയും. വാർത്താ സമ്മേളനത്തിൽ സഹൃദയ സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂർ, കാര്യദർശി PS മധുസൂദനൻ, ട്രഷറർ ശിവദാസ് പുലിയന്നൂർ, ജിജോ തച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു.